CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിന് പരസ്യമായി പ്രതിഷേധം അറിയിച്ച മുതിർന്ന നേതാവ് എ പത്മകുമാറിനെതിരായ നടപടി ചർച്ച ചെയ്യാൻ നാളെ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരും. പരസ്യ പ്രതിഷേധം നടത്തിയതിന് തനിക്കെതിരെ നടപടിയെടുക്കാൻ പത്മകുമാർ ആവർത്തിച്ച് പാർട്ടിയെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ജില്ലയിൽ പാർട്ടി വിഭാഗീയത രൂക്ഷമായി മാറിയിരിക്കുകയാണ്. മിഥുൻ മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, ഈ കൊല്ലത്ത് ഒരു വലിയ പ്രശ്നമായി നിൽക്കുകയായിരുന്നു വിഭാഗീയത. അവിടെ നിന്ന് പത്തനംതിട്ടയിലേക്കും പടർന്നിരിക്കുന്നത് ഈ സംസ്ഥാന സമ്മേളന കാലത്താണ്. പ്രത്യേകിച്ച് പത്മകുമാർ ഇങ്ങനെ വെല്ലുവിളിയുമായി മുന്നിൽ നിൽക്കുമ്പോൾ പ്രതികരിക്കേണ്ടി വരും ജില്ലാ നേതൃത്വത്തിന്. അത് ഈ പ്രതികരിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ തന്നെ അത് നടപടിയായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയോ പത്തനംതിട്ടയിലെ CPM-ൽ വളരെ പെട്ടെന്ന് സംഭവിക്കാനിരിക്കുന്നു. വിവരങ്ങൾ മിഥുൻ. വീണ പറഞ്ഞു വെച്ചതുപോലെ തന്നെയാണ് ഉടൻ തന്നെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുള്ള പൊട്ടിത്തെറികൾ, അസ്വാരസ്യങ്ങൾ അത് വലിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. പത്തനംതിട്ട CPM ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പ്രശ്നങ്ങൾ. ഈ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചിട്ടുള്ള ലോക്കൽ സമ്മേളനം മുതൽ ജില്ലാ സമ്മേളനം വരെ പൂർത്തിയാക്കുന്നതുമായോടനുബന്ധിച്ച് വിവിധ തരത്തിലുള്ള വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, പൊട്ടിത്തെറികൾ എല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഈ ജില്ലാ സമ്മേളനം ജില്ലയിൽ പൂർത്തിയാക്കിയത്. ഈ സംസ്ഥാന സമ്മേളനം അവസാനിച്ച് തൊട്ട് പിറകെ തന്നെ പത്മകുമാറിലൂടെ തന്നെ ആരംഭിച്ച ഈ കലഹം, സംസ്ഥാന സമ്മേളനത്തിന് തൊട്ട് പിന്നാലെ തുടങ്ങിയ പൊട്ടിപ്പുറപ്പെട്ട ആ കലഹം പ്രധാനമായും പത്മകുമാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നീട് പല നേതാക്കളിലേക്ക് വ്യാപിക്കുകയും ചെയ്തിരുന്നു. പത്തനംതിട്ട CPM-ൽ ഈ വീണ ജോർജിന്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായിട്ടുള്ള വലിയ തരത്തിലുള്ള വിഭാഗീയതകൾ, നേതാക്കൾക്കിടയിലെ ഭിന്നസ്വരങ്ങൾ അതെല്ലാം മറനീക്കി ഈ സംസ്ഥാന സമ്മേളനത്തോടു കൂടി പുറത്തുവരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെയും പത്മകുമാർ നിലപാട് വ്യക്തമാക്കുമ്പോൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത്, ലക്ഷ്യം വെച്ചിരുന്നത് വീണ ജോർജിനെ തന്നെയായിരുന്നു. വീണ ജോർജിനെ പോലെ സംഘടനാ പ്രവർത്തനത്തിൽ വലിയ പാരമ്പര്യമില്ലാത്ത ഒരാളെ പാർട്ടി അമിത പ്രാധാന്യം നൽകുമ്പോൾ മുതിർന്ന നേതാക്കളെ ഒഴിവാക്കുന്നു എന്നുള്ളതായിരുന്നു പത്മകുമാർ ഇന്നലെ ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കുമ്പോൾ പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നത്. തനിക്ക് മാത്രമുള്ള അഭിപ്രായമല്ല, തന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന, പാർട്ടിയിൽ അവഗണന നേരിടുന്നുണ്ട്, പാർട്ടിയുടെ നീതികേട് ഉണ്ടാകുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ പാർട്ടിയിലുണ്ട് എന്ന് പത്മകുമാർ പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ അനുരഞ്ജന ശ്രമങ്ങൾക്ക് വേണ്ടി CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പത്മകുമാറിന്റെ ആറന്മുളയിലേക്ക് വീട്ടിലേക്ക് എത്തിയിരുന്നു, കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ചർച്ചകൾ പൂർത്തിയാക്കിയിരുന്നു. സംഘടനാപരമായി പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് രാജു എബ്രഹാം പറഞ്ഞത്. പക്ഷേ ഈ പ്രശ്നം ഇതോടുകൂടി അനുരഞ്ജന ശ്രമങ്ങൾ പൂർണ്ണതലത്തിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു ചർച്ചയ്ക്ക് ശേഷവും കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പത്മകുമാർ ഇതേപ്പറ്റി ഈ രാജു എബ്രഹാമുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ നിലപാടിൽ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടോ, അല്ലെങ്കിൽ താൻ പാർട്ടിക്ക് വിധേയപ്പെട്ടോ എന്നത് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സമയത്തും ഇന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതികരണവും ആ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നാളെ ജില്ലാ നേതൃയോഗം ചേരുന്നുണ്ട്. സംസ്ഥാന സമിതിയിൽ നിന്നുള്ള, സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള ഒരാളുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ പത്മകുമാറിന്റെ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി ചേരുക. ഈ ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാറും പങ്കെടുക്കുന്നുണ്ട്. പത്മകുമാർ ഇതുവരെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒപ്പം മാധ്യമങ്ങളിലൂടെയുമാണ് പാർട്ടിക്കെതിരെ പ്രതികരിച്ചതെങ്കിൽ നാളെ ഈ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ പാർട്ടിയുടെ സംഘടനാപരമായ രീതിയിൽ തന്നെ തൻ്റെ പ്രശ്നങ്ങൾ, വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായി ജില്ലാ കമ്മിറ്റി മാറും. ഈ ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ അല്ലെങ്കിൽ പാർട്ടിക്ക് വിധേയപ്പെടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പത്മകുമാറിന്റെ വിഷയത്തോടു കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്, മറനീക്കി പുറത്തു വരുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ ജോർജിന്റെ രാഷ്ട്രീയ പ്രവേശനത്തോടു കൂടി മുതിർന്ന നേതാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അസ്വാരസ്യങ്ങൾ ആറന്മുള മണ്ഡലത്തിലേക്ക് വീണ ജോർജിനെ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിയായി എത്തിക്കുന്നു. പിന്നീട് പാർട്ടിയിൽ കൂടുതൽ പരിഗണനകൾ ലഭിക്കുന്നു. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി വീണ ജോർജിനെ നിയമിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പത്മകുമാർ ഉൾപ്പെടെയുള്ള വിവിധ മുതിർന്ന നേതാക്കൾക്ക് ജില്ലയിൽ അസ്വാരസ്യങ്ങളുണ്ട്. ഈ നഗരസഭകളുടെ തലപ്പത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കടക്കം, മുതിർന്ന നേതാക്കൾക്കടക്കം ഈ വീണ ജോർജിനോട് പരിഭവമുണ്ട്. ഈ ഒരു കൂടുതൽ പരിഗണന പാർട്ടിയിൽ ലഭിക്കുന്നു, തങ്ങളെ തഴയുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനം പൂർത്തിയായതോടുകൂടി പത്മകുമാറിന്റെ പരസ്യ പ്രതിഷേധം പുറത്തേക്ക് വരുന്നതോടുകൂടി മറനീക്കി പുറത്തു വരുന്നത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഈ പാർട്ടിയിൽ, ജില്ലയിൽ നിലനിൽക്കുന്ന ഈ അസ്വാരസ്യങ്ങൾ, മുതിർന്ന നേതാക്കൾക്കിടയിലെ ഭിന്നസ്വരങ്ങൾ അതെല്ലാം രൂക്ഷമാകുന്ന സാഹചര്യം ജില്ലാ നേതൃത്വത്തിനും വലിയ തലവേദനയാണ് എന്തായാലും സൃഷ്ടിച്ചിരിക്കുന്നത്. നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാർ പാർട്ടിക്ക് വിധേയപ്പെടുമോ അല്ലെങ്കിൽ നിലപാട് ഇതേ രീതിയിൽ തുടരുമോ, ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും അദ്ദേഹത്തിന് നേരിടേണ്ടി വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഉറ്റുനോക്കാനുള്ളത്. എന്തായാലും കൂടുതൽ നടപടികൾ ഉണ്ടായാൽ പത്മകുമാറിനെ പിന്തുണയ്ക്കുന്ന ധാരാളം പ്രവർത്തകർ പത്തനംതിട്ടയിലുണ്ട്. മുതിർന്ന
നേതാവാണ്. MLA എന്ന രീതിയിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന രീതിയിലുമൊക്കെ വലിയ സജീവമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളാണ്. അദ്ദേഹത്തിന് അനുഭാവികളുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് കൂടുതൽ നടപടികൾ നേരിടേണ്ടി വന്നാൽ നടപടികൾ എടുക്കൂ എന്ന് പാർട്ടിയെ നിരന്തരം വെല്ലുവിളിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്ത് നടപടി തനിക്ക് നേരിടേണ്ടി വന്നാലും അത് പ്രശ്നമല്ല എന്ന് പത്മകുമാർ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യവുമുണ്ട്. നടപടി എടുക്കൂ എന്നാണ് അദ്ദേഹം നിരന്തരം ആവർത്തിച്ച് പാർട്ടിയെ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ നടപടി എടുക്കണം, അത് സ്വാഗതാർഹമാണ് എന്ന് പത്മകുമാർ പറയുമ്പോൾ അത്തരത്തിലുള്ള നടപടികൾ പത്മകുമാറിന് നേരിടേണ്ടി വന്നാൽ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ മാറും. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു അനുഭാവികളുടെ ഒരു കൂട്ടം അദ്ദേഹത്തിനുണ്ട്. അത് പത്തനംതിട്ട ജില്ലയിലെ CPM-ൽ തന്നെ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാവുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ ഉയർന്നു വരുന്ന വിവിധ ഭിന്നസ്വരങ്ങളുണ്ട്. അത് വലിയ രീതിയിൽ പാർട്ടിക്കെതിരെയുള്ള ശബ്ദമായി ഉയർന്നു വരുന്നതിന് മുൻപേ അത് അടക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഇനിയും വിഭാഗീയത രൂക്ഷമായി ജില്ലയിൽ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ പാർട്ടിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും വേഗം പരിഹരിക്കുക എന്നുള്ള ഒരു ശ്രമമായിരിക്കും ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. വീണ. ഓക്കെ.